ദൈവനാമഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിൽ എല്ലാ കർത്താവിൻ്റെ മക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 28-ാം അധ്യായം 18-19 വാക്യങ്ങൾ വായിക്കാം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. അതായത് ഗെത്സമേനിലെ അനുഭവം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റവൻ പറയുന്നു, നിങ്ങൾ പുറപ്പെടുക. ഗെത്സമേനയുടെ അനുഭവത്തിൽ യേശു പറയുന്നു, എന്നെ അനുഗമിക്കായെന്നും. 3.5 വർഷം കഴിഞ്ഞ് യേശു പറയുന്നു, നിങ്ങൾ പുറപ്പെടുക. ആരുടെ ജീവിതത്തിലാണ് പുറപ്പാട് ഒരുക്കുന്നത്? അനുഗമിക്കാൻ തയ്യാറാകുന്നവന്റെ ജീവിതത്തിൽ അനന്തരം സംഭവിക്കും പുറപ്പാട്. പുറപ്പാടെന്ന പദം 3 ഭാഗങ്ങളായി തിരുവെഴുത്തിൽ പറയുന്നു. 1, അധികാരം പ്രാപിക്കുവാനുള്ള പുറപ്പാട്. 2, അധികാരം പ്രാപിച്ചുള്ള പുറപ്പാട്. 3, അധികാരം പ്രാപിച്ച് അനേകരെ പുറപ്പെടുവിക്കുന്ന പുറപ്പാട്. ആമേൻ. അധികാരം പ്രാപിക്കുവാനുള്ള ഒരു പുറപ്പാട് നിനക്ക് ഉണ്ടെങ്കിൽ അധികാരം പ്രാപിച്ചുകൊണ്ടുള്ള ഒരു പുറപ്പാട് നിന്റെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. അധികാരം പ്രാപിച്ച് അനേകരെ നീ പുറപ്പെടുവിക്കും. ഈ കാലഘട്ടത്തിനകത്ത്, ഈ 2025 വർഷത്തിനകത്ത്, ഈ മാസത്തിനകത്ത് ഒരു ദൈവത്തിൻ്റെ വലിയ കാര്യം ഈ ഓൺലൈൻ മീറ്റിങ്ങിനകത്ത് കയറിയിരിക്കുന്നവരുടെ മേൽ അത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. എന്തിനാണ് ഈ പുറപ്പാട്? എന്തിനു വേണ്ടിയാണ്? സ്വർഗത്തിലെ ദൈവത്തിന്റെ ആദ്യത്തെ ശബ്ദം എന്താണ്? സർപ്പത്തിന്റെ തല സ്ത്രീയുടെ സന്തതി തകർക്കും. പിതാവുമായിട്ടുള്ള ആഴമായ കൂട്ടായ്മ ബന്ധം ഉടലെടുത്തു കഴിഞ്ഞപ്പോൾ, അപ്പനുമായുള്ള ആഴമായുള്ള ബന്ധം ശിഥിലീകരിച്ചപ്പോൾ പിതാവ് പറയുന്നു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ഇത് ദൈവത്തിന് ചെയ്യാൻ പാടില്ലയോ? ദൈവത്തിന് സർപ്പത്തെ തകർക്കാൻ പാടില്ലയോ? പക്ഷെങ്കിൽ സർപ്പം ഒരിക്കലും ദൈവത്തെ തകർക്കത്തില്ല. സർപ്പം ദൈവത്തിന്റെ തലമുറയെ തകർക്കും. തൻ്റെ തലമുറയെ തകർത്ത സർപ്പത്തിന്റെ തലയെ തകർക്കാൻ ദൈവം അടുത്തൊരു തലമുറയെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ട് സർപ്പത്തെ തകർക്കണമെന്ന് ദൈവം പറഞ്ഞില്ല? സർപ്പത്തിന്റെ തലയെ തകർക്കുന്ന ഒരു തലമുറയെ, സാത്താന്യ പദ്ധതിയെ തകർക്കുന്ന ഒരു തലമുറയെ, ദൈവത്തിന്റെ പദ്ധതി നിന്ന് തൻ്റെ മക്കളെ അന്യപ്പെടുത്തുവാൻ വേണ്ടി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തലമുറയെ തയ്യാറാക്കുവാൻ ദൈവം എഴുന്നേൽക്കാൻ പോവുകയാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? സർപ്പത്തിന്റെ ബ്രെയിനെ തകർക്കണം. ചുമ്മാ ഒന്നും പോരാ, നമ്മൾ വില കൊടുക്കണം അതിനുവേണ്ടി. പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്റെ മകനും മകളുമായി നിൽക്കുവാൻ സമ്മതിക്കാതെ ഒരേ നിമിഷം തന്ത്രം മെനയുന്ന ബുദ്ധി ആ മണ്ഡലത്തെ തകർക്കുന്ന ഒരു തലമുറ പുറത്തു വരണം. ഇന്നലെ വരെ കാണാത്ത ഒരു തന്ത്രം നിനക്കെതിരെ നാളെ പ്രയോഗിക്കുമ്പോൾ ആ സാത്താന്റെ തന്ത്രത്തെ തിരിച്ചറിയുന്ന ഒരു അഭിഷേകം, ഇത് തമ്പുരാന്റെ ഒരു വലിയ ആഗ്രഹമാണ് നിന്നിൽ അത് വെളിപ്പെടുവാൻ. സർപ്പത്തിന്റെ സന്തതിയെ തകർക്കുന്ന സ്ത്രീയുടെ സന്തതി എഴുന്നേറ്റ് വരാൻ പോവുകയാണ്. ഇന്ന് പകലിലെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ തലമുറകൾക്ക് വിരുദ്ധമായി, കുടുംബങ്ങൾക്ക് വിരുദ്ധമായി, കുടുംബജീവിതത്തിന് വിരുദ്ധമായി കയറി വരുന്ന, അലങ്കോലപ്പെടുത്താൻ നോക്കുന്ന ദുഷ്ടന്റെ സകല പദ്ധതികളും ഇന്ന് അഭിഷേകം പ്രാപിച്ച കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആത്മാവിൽ സടകുടഞ്ഞ് എഴുന്നേൽക്കാൻ തയ്യാറായാൽ നിനക്കെതിരെ, കുടുംബത്തിനെതിരെ കയറി വരുന്ന ചില സർപ്പത്തിന്റെ സകല തടസ്സത്തെയും യേശുവിന്റെ നാമത്തിൽ മാറാൻ കൽപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ അത് വിട്ടുമാറുകയാണ്. ഇതിന് ആർക്കാണ് കഴിയുന്നത്? തിരുവെഴുത്ത് പഠിപ്പിച്ച് അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കാലഘട്ടങ്ങളിൽ ദൈവശബ്ദം കേട്ട്, ഒരു തലമുറയിലും ദൈവശബ്ദം കേട്ട് വ്യത്യസ്തനാകാൻ കഴിഞ്ഞാൽ അവന് ഇതിനെതിരായി പുറപ്പാടുണ്ടാകും. ഹല്ലേലൂയ. ഇത് തമ്പുരാന്റെ ആഗ്രഹമാണ്. വരാനിരിക്കുന്ന ഒരു സന്തതിയെ കൊണ്ട് സർപ്പത്തിന്റെ തലയെ തകർക്കും. ഇതിന് പരിചയപ്പെടുത്തുവാൻ പിശാച് തന്ത്രപൂർവം മെനഞ്ഞ ഒരു പദ്ധതിയുണ്ട്. ഭൂമിയിലെ സകല മനുഷ്യരെയും മ്ലേച്ഛതയിൽ കൊണ്ടെത്തിക്കുക എന്ന്. പിശാചിന്റെ ചോദ്യം, പാപത്തിൽ ബന്ധിക്കപ്പെട്ട അല്ലെങ്കിൽ മ്ലേച്ഛതയിൽ കുടുങ്ങിപ്പോയ ഈ തലമുറയിൽ നിന്നും എൻ്റെ തലയെ തകർക്കുന്ന ഒരു സന്തതി വരുമോ എന്നൊരു ചോദ്യമാണ്.
എന്നാ നീ പറഞ്ഞില്ലേ എൻ്റെ തലയെ തകർക്കുമെന്ന്, ഭൂമിയിൽ ഒരു മനുഷ്യനെ കൊണ്ട് നിനക്ക് കഴിഞ്ഞോ? എന്നാൽ ഇന്ന് പകലിൽ ദൈവത്തിന്റെ കാര്യം അത് വെളിപ്പെടാൻ പോവുകയാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്ന് പറഞ്ഞ ഒരു വാക്തത്വം ഉണ്ടെങ്കിൽ അതിന്റെ നാഴികക്കകത്ത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അതതിന്റെ സമയത്തിനകത്ത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. നോഹയുടെ കാലം നോക്കിക്കേ. ഒരു ഭാഗത്ത് ദൈവത്തിന്റെ സ്വപ്നം, മറുഭാഗത്ത് ജനം മ്ലേച്ഛതയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. പിശാചിന്റെ വെല്ലുവിളി ഒരു ഭാഗത്ത്, അതിന്റെ നടുവിൽ നിന്ന് വേണ്ടി പുറപ്പെടുവാൻ ഒരു പുറപ്പാട് വേണ്ടേ? എല്ലാവരും പോകുന്നത് പോലെ ജീവിക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ പ്ലാനിൽപ്പെട്ട ഒരു പുറപ്പാട് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. തിരുവെഴുത്ത് പറയുന്നു, ഒരുവന്റെ മേൽ കൃപ പൊതിഞ്ഞു. തെരഞ്ഞെടുപ്പുള്ള ജനത്തെ ബന്ധിച്ചാൽ ബന്ധിച്ചവരെ പുറത്തു കൊണ്ടുവരുവാൻ ഈ നാളുകളിൽ നാം കടന്നു പോകേണ്ട ആവശ്യമുണ്ട്. ഈ നാളുകളിൽ അനേകരും തകർക്കപ്പെട്ട് കിടക്കുന്നവരെ, ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അനേക കുടുംബങ്ങളുണ്ട് ഈ സമൂഹത്തിന്റെ നടുവില്. ഇന്ന് പകലിലെ പരിശുദ്ധാത്മാവരന് ചില ജീവിതങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് അതിനുവേണ്ടി തയ്യാറാക്കാൻ പോവുകയാണ്, അതിനുവേണ്ടി പുറപ്പെടുവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ അത് നമുക്ക് കിട്ടി. കൃപയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മോശയാൽ സ്വർഗം പറയുന്നു, നിന്നെ വെച്ച് ഞാൻ ഒരു പുറപ്പാട് നടത്താൻ പോവുകയാണെന്ന്. ഒരു പെട്ടകം തീരുകയല്ല, നീ പണിതാൽ ഈ ദിവസങ്ങളിൽ നാം തയ്യാറെടുക്കണം. നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു പെട്ടകം തയ്യാറെടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ മോശ തയ്യാറെടുക്കുന്നത് പോലെ നമ്മളും ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും തയ്യാറെടുക്കണം. ഈ കാലഘട്ടത്തില് അഭിഷേകം പ്രാപിച്ചവർ വിശ്വാസത്തോടെ ഈ കാലഘട്ടത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ വചനത്തിന്റെ മേൽ പറയുന്നെങ്കിൽ, ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ കുടുംബത്തെ പണിയും. പെട്ടകം പണിതെടുത്തതുപോലെ നിന്റെ കുടുംബത്തെ, തലമുറകളെ പണിതെടുക്കാൻ പോവുകയാണ്. പിതാവായ ദൈവം മോശയോട് പറഞ്ഞു, വലിയൊരു പ്രളയം ഉണ്ടാകാൻ പോവാണ്, നീ ഗോഫേർ മരം കൊണ്ടൊരു പെട്ടകം പണിയണമെന്ന്. പെട്ടകത്തിനൊരു പുറപ്പാടുണ്ടാകും. പെട്ടകം പണിതത് നോഹയാണ്, അളവ് നിശ്ചയിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, ചില വ്യക്തികളെ നോക്കി പറയുകയാണ്, അളവ് നിശ്ചയിക്കുന്ന നമ്മളല്ല, അളവ് നിശ്ചയിക്കുന്ന തമ്പുരാനാണ്, കർത്താവാണ്. ഹല്ലേലൂയ. പെട്ടകം പണിയുവാൻ തന്ന അളവ് നിശ്ചയിച്ചിരുന്നെങ്കിൽ ന്യായവതിയുടെ പ്രളയത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയേനെ. അതുകൊണ്ട് പ്രളയത്തിന്റെ കരുത്തറിയാവുന്ന തമ്പുരാൻ പെട്ടകം പണിതാൻ നീ രക്ഷപ്പെടും. സാധാരണ പെന്തക്കോസ്തു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടാകുന്ന പെട്ടകത്തിനെത്തുവാൻ ഇരിക്കുന്ന ന്യായവതിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയില്ല. എന്നാൽ അളവ് നിശ്ചയിക്കുന്ന ദൈവമാണ്. വിശുദ്ധിയുടെ അളവ്, ആരാധനയുടെ അളവ്, കൈയടിക്കുന്നതിന്റെ അളവ്, അന്യഭാഷ പറയുന്നതിന്റെ അളവ് ദൈവം നിശ്ചയിക്കട്ടെ. 150 മുഴം എന്ന് പറഞ്ഞാൽ 150 മുഴം എന്ന് പറഞ്ഞാൽ അളവിൽ 149 ഇട്ട് പണിയരുത്. യേശുവാകുന്ന പെട്ടകത്തിനകത്താണ് നീ ഇരിക്കുന്നത്. ഹല്ലേലൂയ. പെട്ടകത്തിനകത്ത് നമ്മൾ ഇരിക്കുമ്പോഴും ഈ പ്രതികൂല സാഹചര്യത്തിൽ കൂടെ, പ്രതികൂലത്തിന്റെ നടുവിൽ കൂടെ കടന്നു പോകുമ്പോഴും അവിടെ ആടി ഉലയ്ക്കുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിനെതിരെ കയറി വരാം. എങ്കിലും നീ തകരത്തില്ല. കാരണം പെട്ടകത്തിന്റെ ഉള്ളിലാണ് നീ ഇരിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ ശബ്ദം കേട്ട് കാലഘട്ടങ്ങളുടെ നടുവിൽ പുറപ്പെടുന്നവൻ ചീറിയടിക്കുന്ന പ്രവാഹങ്ങൾ മുകളിൽ നിന്നുണ്ടാകട്ടെ, അടിയിൽ നിന്നും ചീറിയടിക്കുന്നത് ഉണ്ടാകട്ടെ. അതിന്റെ നടുവിലൂടെ പെട്ടകം പുറപ്പെടുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ, നോഹയുടെ കാലത്ത് ഗോഫേർ മരം കൊണ്ട് ഉണ്ടാക്കിയ പെട്ടകത്തിലായിരിക്കുന്നവർ വിടുതൽ പ്രാപിച്ചു എങ്കിൽ, വർത്തമാനകാലത്തിൽ ക്രിസ്തുവിനെ പെട്ടകത്തിലാക്കി ഇരിക്കുന്നവർ വിടുതൽ പ്രാപിക്കാൻ പോവുകയാണ്. ഈ കാലഘട്ടത്തിലും അത് അനുഭവത്തിൽ കൂടെ നിന്റെ ജനം നടക്കാൻ പോവുകയാണ്. കർത്താവിനെ വഹിച്ചുകൊണ്ട് നടക്കുന്നവർ നിങ്ങൾക്കും ആ അനുഭവത്തിൽ കൂടെ നടക്കുന്നവരാണ് ഒരു പക്ഷെങ്കില്. ആമേൻ. പെട്ടകം പണി കണ്ടവൻ വിടുതൽ പ്രാപിച്ചു എന്നില്ല, പെട്ടകം പണിതവൻ വിടുതൽ പ്രാപിച്ച്.
എന്നില്ല. പെട്ടകത്തിന്റെ പുറത്തിരിക്കുന്നവർ വിടുതൽ പ്രാപിച്ചു എന്നല്ല, പെട്ടകത്തിനകത്തിരുന്നവർ വിടുതൽ പ്രാപിച്ചു. ഹല്ലേലൂയ. പെട്ടകം പണിയാൻ വേണ്ടി ഒരുപാട് ജനങ്ങൾ ഒരു പക്ഷെങ്കിൽ വന്നിട്ടുണ്ടാകാം. അതിന് അളവ് തീർത്ത് പണിയാനിട്ട്. പക്ഷെങ്കിൽ അവരാരും രക്ഷപ്പെട്ടില്ല. ദൈവത്തിന്റെ ആലോചന പ്രകാരം ആ കാലഘട്ടത്തിനകത്ത് മഴ പെയ്തിരുന്നില്ല. ദൈവത്തിന്റെ വാഗ്ദത്തം പ്രകാരം മഴ പെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആ ദേശത്തോട് നോഹ വിളിച്ചു പറഞ്ഞു. ഇന്നത്തെ സമൂഹത്തിനകത്ത് അഭിഷിക്തന്മാർ ലോകത്തോട് വിളിച്ചു പറയും, കർത്താവിന്റെ സമയമായി, കർത്താവിന് വരാൻ സമയമായി എന്ന് പറയുമ്പോൾ ആരും അത് അംഗീകരിക്കാതെ പോകുന്നു, എല്ലാരും മാറിപ്പോകുന്നു. എന്നാൽ ആ കാലഘട്ടത്തിൽ നോഹ പറഞ്ഞു, പെട്ടകം പണി തീർത്തു, മഴ പെയ്യാൻ സമയമായി. അങ്ങനെ ആരും അംഗീകരിക്കാതെ പെട്ടകം പണിതവരും ഉൾക്കൊണ്ടില്ല. നോക്കി നിന്നവരും കാഴ്ചക്കാരുമായി പലരും ഉണ്ടായിരുന്ന ആ ദേശത്ത്. അവരാരും പെട്ടകത്തിനകത്ത് കയറിയില്ല. പക്ഷെ പെട്ടകത്തിനകത്ത് കയറിവൻ നോഹയുടെ കുടുംബം 8 പേരടക്കം പെട്ടകത്തിനകത്തുള്ളിൽ പ്രാപിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ഇരുന്നപ്പോഴാണ് മുകളിൽ നിന്ന് മഴ, താഴേന്ന് ഉറവകൾ പുറപ്പെട്ടു. അങ്ങനെ 40 രാത്രിയും പകലും മഴ പെയ്തപ്പോൾ, തോരാത്ത മഴ പെയ്തപ്പോൾ ജലപ്രളയം ഉണ്ടാകി. നമുക്കറിയാം, നമ്മുടെ 2018 കാലഘട്ടത്തിനകത്ത് ജലപ്രളയം ഉണ്ടായപ്പോൾ അനേകം നാശനഷ്ടങ്ങൾ വിതച്ചു ഈ ലോകത്ത്. അനേകം മരണങ്ങൾ വന്നു, അനേക സമൂഹങ്ങൾ തകർക്കപ്പെട്ടു. ഹല്ലേലൂയ. അനേക വീടുകൾ തകർക്കപ്പെട്ടു, കുടുംബങ്ങൾ തകർക്കപ്പെട്ടു, ബന്ധമെന്നും സ്വന്തമെന്നും അപ്പനമ്മമാര് തലമുറകളെല്ലാം തകർക്കപ്പെട്ടു. നമ്മുടെ കണ്ണാൽ കണ്ട വിഷയമാണ്. ഇതിനേക്കാളും കൂടുതലായിട്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ മഴ പെയ്തപ്പോൾ ഈ ഭൂമിയെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ പെട്ടകത്തിനകത്ത് കയറിയത് പ്രസംഗിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, പ്രസംഗിച്ച നോഹയുടെ കുടുംബവും രക്ഷ പ്രാപിക്കാൻ ഇടയായി തീർന്നു. ഇന്ന് ദൈവത്തിന്റെ ശബ്ദം കേട്ട് കർത്താവിന്റെ ശബ്ദം കേട്ട് അനുസരിക്കുന്നവർ നിത്യജീവിതത്തിലേക്ക് കയറാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് നീ കയറാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിൽ നാശം വിതയ്ക്കാൻ നോക്കുന്ന പ്രളയങ്ങള്, നാശം വിതയ്ക്കാൻ നോക്കുന്ന ശത്രുവിന് പല തന്ത്രങ്ങളും ഇന്ന് പകലിൽ അതിനെ അഴിച്ചു മാറ്റാൻ പോവുകയാണ്. ഇന്ന് വിശ്വസിക്കുക. കർത്താവിന്റെ തിരുവചനത്തിൽ പറയുന്ന വാക്കുകള്, കർത്താവിന്റെ തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വചനങ്ങള്, കർത്താവിന്റെ തിരുവചനത്തിൽ കൂടെ അറിയിക്കുന്ന അരുളപ്പാടുകള്, ദൈവത്തിന്റെ ഇമ്പമേറിയ ശബ്ദങ്ങള് നാം ചെവി കൊടുക്കുന്നെങ്കിൽ, അത് നാം അനുസരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ വിശ്വസിക്കുന്ന യേശു മുഖാന്തരം ഈ വചന നിമിത്തം അനേകരും വിടുതൽ പ്രാപിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണ് പെട്ടകം ഉണ്ടാക്കിയവരും നഷ്ടപ്പെട്ടു പോയി. പെട്ടകത്തെ പണിതവർ നഷ്ടപ്പെടുത്തി പെട്ടുപോയി. ഈ ലോകക്കാർ നശിച്ചു. എന്നാൽ പെട്ടകത്തെ ദൈവശബ്ദം കേട്ട് അനുസരിച്ചവൻ ആ കുടുംബം രക്ഷ പ്രാപിച്ചു. ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ രക്ഷ പ്രാപിക്കാൻ പോവുകയാണ്. നിങ്ങൾ കുടുംബമായിട്ട് വിടുതൽ പ്രാപിക്കാൻ പോവുകയാണ്. ആര് വിശ്വസിക്കുന്നു അവരുടെ മേൽ ദൈവത്തിന്റെ വലിയ മഹത്വം വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഇന്ന് പകലില് ക്രിസ്തുവിനെ കണ്ടവൻ വിടുതൽ പ്രാപിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ കേട്ടവർ, പ്രസംഗിച്ചവർ, ഹല്ലേലൂയ, ഇന്ന് പകൽ വിടുതൽ പ്രാപിക്കാൻ പോവുകയാണ്. കർത്താവിന് ആവശ്യമുള്ളതിനെ സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്ന പ്രവചനമുണ്ടെങ്കിൽ അതിന് പാകത്തിലായുള്ള ഒരു തലമുറയെ കർത്താവ് പുറത്തെടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്ന് വിശ്വസിച്ചോ? ദൈവത്തിന്റെ കൃത്യ നാഴികയ്ക്കകത്ത്, ദൈവത്തിന്റെ കൃത്യ ടൈമിനകത്ത് ഒരു ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ട് വരും. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിനക്ക് ഒരു പുറപ്പാടുണ്ട്, നിനക്കൊരു പുറപ്പാട് ഉണ്ട് എന്ന്. ഹല്ലേലൂയ. എന്റെ മുഖം കണ്ട് കർത്താവിന്റെ മുഖം കണ്ട് ഇറങ്ങി തിരിച്ച് നിനക്കൊരു പുറപ്പാടുണ്ട്. നിന്റെ ശുശ്രൂഷയിലേക്ക് ഒരു പുറപ്പാടുണ്ട്. ജോലി മേഖലയിലേക്ക് ഒരു പുറപ്പാടുണ്ട്. കുഞ്ഞുങ്ങളുടെ പഠന മേഖലയിൽ ഉയർന്ന സ്റ്റഡിയിലേക്ക് കടന്നു പോകാൻ ഒരു പുറപ്പാടുണ്ട്. ഇന്ന് പകൽ നിങ്ങൾ അത് വിശ്വസിക്കുക. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഇന്ന് പകലിൽ അത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നാം കേട്ടതുപോലെ ആകിയാൽ നിങ്ങൾ പുറപ്പെടുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളും ശിഷ്യരാക്കിക്കൊള്ളുവേൻ. ഹല്ലേലൂയ. നമ്മുടെ ഈ ചുറ്റുപാടുള്ളവർ മാത്രമല്ല, നമ്മുടെ ദേശത്ത്, നമ്മുടെ സമൂഹത്ത്, നമ്മുടെ പട്ടണങ്ങളിൽ, രാജ്യങ്ങളില്, ഭൂഖണ്ഡങ്ങളില് അനേക വ്യക്തികൾ കർത്താവിനെ അറിയാനുണ്ട്. ഈ ലോക രാജ്യങ്ങൾ സുവിശേഷം അറിയിക്കുമ്പോൾ പെട്ടകത്തിനകത്ത് അല്ലെങ്കിൽ പെട്ടകത്തിന്റെ പുറമെ മഴ പെയ്യുമെന്ന് ലോകരാജ്യത്തോട്, ലോകജനത്തോട് വിളിച്ചറിഞ്ഞപ്പോൾ പലരും
കൈവിടപ്പെട്ടു പോയി. ഈ കാലഘട്ടത്തിനകത്ത് അഭിഷിക്തന്മാരെ ഒരു കൂട്ടം ജനം ദേശത്തോട് വിളിച്ചു പറയും, സമൂഹത്തോട് വിളിച്ചു പറയും. എന്നാൽ അത് കേട്ടനുസരിക്കുന്നവർ, അതിലേക്ക് നിയോഗിക്കപ്പെട്ടവർ, ഹല്ലേലൂയ, രക്ഷപ്പെടും, രക്ഷ പ്രാപിക്കും. ആ കൂട്ടത്തിൽ നമ്മളാരും കൈവിടപ്പെട്ടു പോകരുത്. കർത്താവിനെ നിത്യതയിലേക്ക് കയറണമെങ്കിൽ, കർത്താവിന്റെ വരവെങ്കിൽ ആരും കൈവിടപ്പെട്ടു പോകരുത്. നാം കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ നാം വിശുദ്ധിയോടെ വേർപാടോട് ജീവിച്ചിരിക്കട്ടെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കേൾക്കപ്പെടുന്ന ഓരോ വചനത്തിന് മുമ്പാകെ നമ്മെ സമ്പൂർണമായി സമർപ്പിക്കാം. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായ സ്തോത്രം. കർത്താവെ, കേൾക്കപ്പെടുന്ന സകല കേൾവിക്കാർക്കായി സ്തോത്രം ചെയ്യുന്നപ്പ. തന്റെ സകല ജനത്തെ അനുഗ്രഹിക്കണം. അവരായിരിക്കുന്ന സകല വിഷയത്തിന്റെ മേലും ഒരു കുടുംബമായിട്ട് കർത്താവ്, തലമുറയായിട്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിനകത്ത് അവർ കർത്താവിനോട് ചേർന്ന് സഹായിക്കണം. അവരുടെ സകല വിഷയത്തിനകത്ത് മറുപടികൾ കർത്താവ് വെളിപ്പെടുത്തിയാട്ടെ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം. തന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നപ്പ മഹത്വം പിതാവ് എടുക്കണം. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ICG അപ്പോസ്റ്റൽ മിനിസ്ട്രിയിലേക്ക് ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മുതൽ 1 മണി വരെ കുറുപ്പമ്പടി മൂലൻ സൂപ്പർ മാർക്കറ്റിന് മുകൾ വശം ആരാധന നടത്തപ്പെടുന്നു. ഏവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.